ഏത്തപ്പഴത്തിൻ്റെ പായസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1.5 കിലോ പഴം ഞാനത് ഒലിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. 2 തേങ്ങയുടെ പാലാണ്. ഇത് ആദ്യത്തെ പാലാണ്. ആദ്യം ഒരു പാൽ പിഴിഞ്ഞെടുത്തതാണ്. ഇത് രണ്ടാമത്തെ പാലാണ്. ഇത് ചവ്വരിയാണ്, 100 ഗ്രാം ചവ്വരിയാണിത്. ഒരു ചെറിയ ബൗളിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അതിന് അളവൊന്നുമില്ല. 1 കിലോ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഉരുക്കി അരിച്ച് വെച്ചതാണ്. മധുരത്തിന് ആവശ്യം എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ഒഴിക്കണം. ഇതിനൊരു കണക്കില്ല. കാര്യം ഏത്തപ്പഴത്തിൻ്റെ മധുരം പോലെ ഇരിക്കും നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ അളവ്. ഈ ചവ്വരി ഞാനൊന്ന് വേവിച്ച് എടുക്കാൻ പോവുകയാണ്. ഈ ചവ്വരിക്ക് ഞാനിതിൽ ഒഴിക്കാൻ പോകുന്നത് ഒരു 1/2 ലിറ്ററോളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കുക്കറിലാണെങ്കിൽ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലാണെങ്കിൽ 1/2 ലിറ്റർ വേണ്ട, ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് വെന്ത് കിട്ടും. എല്ലാ പഴവും ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ 4 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുത്തത്. കാര്യം ഒരു ശകലം പോലും വെള്ളം ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിലോട്ട് വെച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനിടയ്ക്ക് പാത്രം അടുപ്പിൽ വെച്ച് ഞാൻ ഇതൊന്ന് വറുത്ത് കോരിയ സമയം ക്യാമറ ഓഫായത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇത് അടുത്ത് കോരാനുള്ള സമയമായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ ചവ്വരിയും വേവിച്ചിറക്കിയിട്ടുണ്ട്. 3 വിസിലാണ് ഞാൻ ഇതിന് ഇട്ടിട്ടുള്ളത്. 1.5 കപ്പോളം വെള്ളം ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വറുത്ത് കോരിയെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തുമാണ്. അതിൽ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചക്കക്കുരു പായസത്തിൻ്റെ വീഡിയോ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കോരി എടുക്കുമ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ മൈദാ മാവ് കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് ഇളക്കി ചൂടോടെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് മീതെ ഇടുമ്പോൾ അടിയിലോട്ട് താന്നു പോകാതെ ഇരിക്കും. അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയ ടിപ്പ് കൂടിയാണിത്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ അടിച്ചു വെച്ചിരിക്കുന്ന പഴം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും. നല്ലതുപോലെ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ കറണ്ടില്ല, ക്ഷമിക്കണം. കറണ്ട് പോയത് കൊണ്ടാണ് ഇച്ചിരി ഇരുട്ടായിപ്പോയി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ കണ്ടല്ലോ, ഇതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഈ ശർക്കര കുറേശ്ശെ ഇതിലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കണം. മധുരം നോക്കിയിട്ട് വേണം കറക്റ്റായി ഒഴിക്കാൻ. അതുപോലെ ഞാനത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. മധുരം നമുക്ക് പിന്നീട് നോക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 2ാം പാലെങ്കിലും ഞാൻ വെള്ളം കുറച്ച് വെച്ച് 2 തേങ്ങ നല്ല കട്ടിക്കാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പശുവും പാൽ വേണമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ തേങ്ങാപ്പാലാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ യൂസ് ചെയ്തത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ചവ്വരി ഒഴിക്കേണ്ടത്. തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് ചവ്വരി ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ യോജിപ്പിച്ചതിന് ശേഷമാണ് ഇനി ലാസ്റ്റാണ് നമ്മൾ കണക്കിനുള്ള മധുരവും ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന തലപ്പാലും ഒഴിക്കേണ്ടത്. ഇതൊന്ന് കുറുകി വരട്ടെ. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ക്ഷമിച്ചിരുന്ന് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അത് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എനിക്ക് ഈ പായസത്തിന് ലൈറ്റ് പിടിച്ച് തരാൻ സഹായിച്ചത് എൻ്റെ മോനാണ്. അവൻ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്, നല്ല ചൂടുണ്ട്. ഒത്തിരി സമയമായി കറണ്ട് പോയിട്ട്. ഇത് തുടങ്ങി വെക്കുകയും ചെയ്ത് ആകെ ബുദ്ധിമുട്ടായിപ്പോയി. എന്തായാലും ഏകദേശം ഇത് പരിപാടി തീരാറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചതുകൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിള വരുന്നുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം ആദ്യത്തെ പാൽ ഒഴിക്കുക. ഒഴിച്ച് നമുക്കിത് വാങ്ങാവുന്നതാണ്. ആദ്യത്തെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് തിള വരാറാവുമ്പോൾ ഓഫ് ചെയ്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി സെർവ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ഉണ്ടല്ലോ, ഇതൊന്ന് തണുക്കണം. തണുത്താൽ മാത്രമേ നല്ല അടിപൊളിയാവുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇനി മക്കൾ പഴം കഴിച്ചില്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്ത് നോക്കണം. അവർ കഴിക്കുമെന്നറിയാമല്ലോ. നല്ല ടേസ്റ്റി ആയിട്ട് അവർ കഴിച്ചോളും. പായസം ആയതുകൊണ്ട് നിങ്ങൾക്ക് പഞ്ചസാരയിലാണ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഞ്ചസാരയിൽ വെച്ചാലും മതി. ഇവിടെ ശർക്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ശർക്കരയിൽ വെച്ചത്. എന്നാൽ നല്ല ടേസ്റ്റായിരിക്കും. പശുവും പാൽ ഒഴിച്ചാലും മതിയാവും.